ഓം ശാന്തി 3-5-2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, സ്വയം തന്നെ രാജ്യതിലകം നൽകുന്നതിന് യോഗ്യരാക്കി മാറ്റൂ. എത്ര പഠിത്തം പഠിക്കുമോ, ശ്രീമത്ത് അനുസരിച്ച് നടക്കുമോ, അത്രയും രാജ്യതിലകം ലഭിക്കും. ഒരു രാജാവായി ജനിക്കണമെങ്കിൽ മുൻപത്തെ ജന്മത്ത് നന്നായി ദാനപുണ്യങ്ങൾ ചെയ്തിരിക്കണം. അതും ഒരു ജന്മത്തേക്ക് മാത്രമേ ഗ്യാരണ്ടിയുള്ളൂ രാജാവാകും എന്ന്. എന്നാൽ ഈ സംഗമയുഗത്തിൽ ഭഗവാൻ പഠിപ്പിക്കുന്ന രാജയോഗം നന്നായി പഠിക്കുന്നതിലൂടെ നാം വരാൻ പോകുന്ന 21 ജന്മത്തേക്ക് പ്രത്യേകിച്ചും രാജ്യാധികാരത്തിന്, രാജ്യതിലകത്തിന് യോഗ്യരായി തീരുന്നു. എത്ര നന്നായി പഠിത്തം പഠിക്കുമോ, എത്ര നന്നായി ശ്രീമതം ജീവിതത്തിൽ പാലിക്കുമോ, അത്രയും നാം രാജ്യതിലകത്തിന് യോഗ്യരായി മാറുകയാണ്. അതിനാൽ സ്വയം രാജ്യതിലകത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണം. നന്നായി പഠിക്കണം, ശ്രീമതമനുസരിച്ച് നടക്കണം. ചോദ്യം: ഏത് സ്മൃതിയിലിരിക്കുകയാണെങ്കിൽ രാവണത്വത്തിൻ്റെ സ്മൃതി വിസ്മൃതമായി പോകും? ഉത്തരം: സദാ സ്മൃതിയുണ്ടായിരിക്കണം. നാം സ്ത്രീ പുരുഷരല്ല, നാം ആത്മാവാണ്. നമ്മൾ വലിയ ബാബ അതായത് ശിവബാബയിൽ നിന്ന് ചെറിയ ബാബ അതായത് ബ്രഹ്മബാബയിലൂടെ സമ്പത്ത് എടുക്കുകയാണ്. ഈ സ്മൃതി രാവണത്വത്തിൻ്റെ സ്മൃതിയെ മറപ്പിക്കും. നാം ഒരു ബാബയുടെ കുട്ടിയാണ് എന്ന സ്മൃതി വന്നുവെങ്കിൽ രാവണത്വത്തിൻ്റെ സ്മൃതി സമാപ്തമായി തീരും. ഇതും പവിത്രമായിരിക്കുന്നതിന് വളരെ നല്ല യുക്തിയാണ്. എന്നാൽ ഇതിൽ പരിശ്രമം ആവശ്യമാണ്. ചോദ്യമാണ്: ഏത് സ്മൃതി ഉണ്ടെങ്കിലാണ് രാവണൻ്റെ പ്രഭാവത്തിൻ്റെ സ്മൃതി വിസ്മൃതമാകും? രാവണത്വത്തിൻ്റെ സ്മൃതി എന്നാൽ രാവണൻ്റെ പ്രഭാവത്തിൻ്റെ സ്മൃതിയാണ്. എന്നാൽ രാവണൻ്റെ പ്രഭാവത്തെ മറക്കുന്നതിന് നാം രാമൻ്റെ അല്ലെങ്കിൽ ബാബയുടെ പ്രഭാവത്തിലേക്ക് വരണം. ബാബ നമ്മെ പഠിപ്പിച്ചതിൽ, ഓർമ്മിപ്പിച്ചതിൽ ഏറ്റവും മുഖ്യമാണ് നാം ആത്മാവാണ് എന്നത്. ശരീരമല്ല, ശരീരത്തിൻ്റെ പ്രത്യേകതകളുമല്ല, ഞാൻ ഒരു ആത്മാവാണ് എന്നതാണ് നാം ഏറ്റവും അധികം ഓർമ്മിക്കേണ്ടത്. അതിനോടൊപ്പം വലിയ ബാബ അതായത് ശിവബാബ ബ്രഹ്മബാബയിലൂടെ നമുക്ക് സമ്പത്ത് തരികയാണ്. ഈ സ്മൃതി ഉണ്ട് എങ്കിൽ രാവണൻ്റെ പ്രഭാവം നമ്മൾ മറക്കും. ഈ സ്മൃതി നന്നായി ഓർമ്മ വരുന്നതിന് തീർച്ചയായിട്ടും പരിശ്രമമുണ്ട്. ബാബയുടെ സ്മൃതി അതായത് ബാബ പറയുന്ന കാര്യങ്ങളുടെ സ്മൃതി നമ്മൾക്കുണ്ട് എങ്കിൽ രാവണൻ്റെ സ്മൃതി അല്ലെങ്കിൽ രാവണൻ്റെ വികാരങ്ങളുടെ സ്മൃതി അല്ലെങ്കിൽ പ്രഭാവത്തിൻ്റെ സ്മൃതി നാം മറക്കുന്നു. ഇത് പവിത്രമായിരിക്കുന്നതിനും ഏറ്റവും മികച്ച യുക്തിയാണ്. എന്നാൽ ഇത് തുടർച്ചയായി ഓർമ്മ വയ്ക്കുന്നതിൽ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ ആത്മാവാണ് എന്ന് തുടർച്ചയായി തന്നെ ഓർമ്മിപ്പിക്കണം. ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിന് എന്തുകൊണ്ടാണ് പരിശ്രമം ആവശ്യമുള്ളത്? കാരണം നാം ശരീരമാണ് എന്ന ആ ഒരു ബോധത്തിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ബോധം തന്നെയാണ് നമ്മെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ നിന്ന് ഇപ്പോഴത്തെ ഏറ്റവും കനിഷ്ഠമായ സ്ഥിതിയിൽ എത്തിച്ചത്. അപ്പോൾ നാം ഒഴുക്കിനെതിരെ നീന്തുകയാണ്. അപ്പോൾ തീർച്ചയായും ഓർമ്മിക്കുന്നതിൽ പരിശ്രമം വരും, മറന്നുപോകും. അപ്പോൾ വീണ്ടും വീണ്ടും സ്വയം നമ്മെ ഓർമ്മിപ്പിക്കണം. ഞാൻ ആത്മാവാണ്, ഞാൻ ബാബയുടെ കുട്ടിയാണ്, ബാബ എനിക്ക് സമ്പത്ത് തരികയാണ്. ബാബ തൻ്റെ എല്ലാ രൂപത്തിലും അതായത് എല്ലാ സംബന്ധത്തിലും നമ്മളോടൊപ്പം ഉണ്ട്. ഈ സ്മൃതി ഉണ്ട് എങ്കിൽ രാവണൻ്റെ പ്രഭാവം മറക്കും. ഗീതം: അങ്ങയെ പ്രാപ്തമാക്കിയപ്പോൾ മുഴുവൻ ലോകവും പ്രാപ്തമായി. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1.
സ്വയം തന്നെ രാജ്യതിലകം നൽകുന്നതിന് യോഗ്യരാക്കണം. സൽപുത്രരായി തെളിവ് നൽകണം. ചലനം വളരെ റോയലായിരിക്കണം. ബാബയുടെ പൂർണ്ണ സഹായിയായിരിക്കണം. 2. നമ്മൾ സ്റ്റുഡൻ്റാണ്. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സന്തോഷത്തിൽ പഠിത്തം പഠിക്കണം. ഒരിക്കലും പുരുഷാർത്ഥത്തിൽ നിരാശരാകരുത്. ആദ്യത്തെ പോയിന്റിൽ പറയുന്നു, നാം നമ്മുടെ തന്നെ ഭാഗ്യം സ്വയം ഉണ്ടാക്കണം. നാം നമ്മളെ തന്നെ രാജ്യതിലകം, അതായത് ഏറ്റവും ഉയർന്ന പദവി എടുക്കുന്നതിന് യോഗ്യരാക്കി മാറ്റണം. സൽപുത്രരാകണം. അതിനുള്ള തെളിവും നൽകണം. നമ്മുടെ ചലനം വളരെ റോയലായിരിക്കണം. പൂർണ്ണമായും ബാബയുടെ സഹായിയാകണം. പൂർണ്ണമായും സഹായിയാകുക അർത്ഥം ശരീരം, മനസ്സ്, ധനം, ജനം എല്ലാം കൊണ്ടും ബാബയെ സഹായിക്കണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, വളരെ സന്തോഷത്തോടെ ഈ പഠിത്തം പഠിക്കണം. കാരണം നമ്മളിപ്പോൾ വിദ്യാർത്ഥിയാണ്. അതും സ്വയം ഭഗവാന്റെ വിദ്യാർത്ഥിയാണ്. ഭഗവാൻ ദിവസവും വന്ന് ടീച്ചറിൻ്റെ രൂപത്തിൽ പഠിപ്പിക്കുന്നു. ഗുരുവിൻ്റെ രൂപത്തിൽ ശ്രീമതം നൽകുന്നു. അച്ഛൻ്റെ രൂപത്തിൽ പരിപാലിക്കുന്നു. ഈ സന്തോഷത്തിൽ ഇരിക്കണം, പഠിക്കണം. ഒരിക്കലും പുരുഷാർത്ഥത്തിൽ നിരാശരാകരുത്. ഈ സംഗമയുഗം പ്രത്യക്ഷ ഫലത്തിൻ്റെ സമയമാണ്. നാം എന്ത് പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതിൻ്റെ റിട്ടേൺ ഉടൻ തന്നെ എത്തും. എന്നാൽ നാം നിരാശരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ദുഃഖിതരാണ് എങ്കിൽ ഈ പ്രത്യക്ഷ ഫലം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതിനാൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും നിരാശയ്ക്ക് സ്ഥാനം കൊടുക്കരുത്. വരദാനം: തൻ്റെ അധികാരത്തിൻ്റെ ശക്തിയിലൂടെ ത്രിമൂർത്തി രചനയെ സഹയോഗിയാക്കി മാറ്റുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. ത്രിമൂർത്തി ശക്തികളെന്നാൽ മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഇത് താങ്കൾ മാസ്റ്റർ രചയിതാവിൻ്റെ രചനയാണ്. ഇവയെ തൻ്റെ അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് സഹയോഗിയാക്കൂ. ഏതുപോലെ രാജാവ് സ്വയം ജോലി ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നു. ചെയ്യുന്ന രാജസേവകർ വേറെയാണ്. ഇതുപോലെ ആത്മാവും ചെയ്യിപ്പിക്കുന്നവനാണ്. ചെയ്യുന്നത് ഈ വിശേഷ ത്രിമൂർത്തി ശക്തികളാണ്. അപ്പോൾ മാസ്റ്റർ രചയിതാവിൻ്റെ വരദാനം സ്മൃതിയിൽ വെച്ച് ത്രിമൂർത്തി ശക്തികളെയും സാകാരത്തിലെ കർമ്മേന്ദ്രിയങ്ങളെയും ശരിയായ വഴിയിലൂടെ നടത്തിക്കൂ. ആത്മാവ് രാജാവാണ്. ആത്മാവിൻ്റെ സേവകരാണ് ശരീരത്തിൻ്റെ 5 ഇന്ദ്രിയങ്ങളും ആത്മാവിൻ്റെ 3 ഇന്ദ്രിയങ്ങളും. മനസ്സ്, ബുദ്ധി, സംസ്കാരം. നാം ആത്മാക്കൾ മാസ്റ്റർ രചയിതാവാണ്. ഇവയെല്ലാം രചനയാണ്. നാം എപ്പോഴാണോ നമ്മുടെ സ്വമാനത്തിലിരുന്ന് അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിക്കുന്നത്, അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങൾ സഹയോഗിയായി തീരുന്നു. രാജാവ് സ്വയം ചെന്ന് എല്ലാ ജോലിയും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നത് രാജസേവകരാണ്. അതുപോലെ ആത്മാവ് ചെയ്യിപ്പിക്കുന്നവനാണ്. മനസ്സ്, ബുദ്ധി, സംസ്കാരം, ത്രിമൂർത്തി ശക്തികൾ ചെയ്യുന്നവരാണ്. ഇപ്രകാരം മാസ്റ്റർ രചയിതാവിൻ്റെ വരദാനം ഓർമ്മയിൽ വെച്ചാൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സാധിക്കും. സ്ലോഗൻ: അവ്യക്ത പാലനയുടെ വരദാനത്തിൻ്റെ അധികാരം എടുക്കുന്നതിന് സ്പഷ്ടവാദി ആകണം. ഓം ശാന്തി.